കണ്ണടയൊക്കെ വെച്ചിട്ട് എങ്ങോട്ടാ? എനിക്ക് ഡ്രൈവിംഗ് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല. നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ ഫ്രണ്ട്സിന്റെ സാധനങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ക്രീമി എഗ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് പോവാണ്. മീരയ്ക്ക് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാനുണ്ട്. കാനഡയിൽ നിന്ന് വന്ന മീരയുടെ ഫ്രണ്ടിനൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണം. അതേപോലെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ആൻറ്റീനെ മീറ്റ് ചെയ്യൊക്കെ വേണം. എന്തൊക്കെയാ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്? വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങണം. ആലപ്പുഴയിൽ അങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പൊ എനിക്ക് എറണാകുളമാണ് കുറച്ചും കൂടി ഫെമിലിയർ. അതെ, ആലപ്പുഴയിൽ താമസിച്ചിട്ടുണ്ടെങ്കിലും വീട്ടിലേക്ക് സാധനം വാങ്ങാനും ഷോപ്പിങ്ങിനൊക്കെ നമ്മളൊരു ജില്ലയിൽ താമസിക്കുമ്പോൾ നമ്മൾ ആ ജില്ലത്തെ ഒരു ടൗണ് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ അല്ലേ പോവാം. പക്ഷെ മീര ഭയങ്കര ഡിഫറെന്റ് ആണ്. വർഷങ്ങളായിട്ട് ആലപ്പുഴയിൽ താമസിക്കുകയാണെങ്കിലും വീട്ടിലേക്കുള്ള ബേസിക് സാധനങ്ങൾ വാങ്ങാനും ഷോപ്പിങ്ങിനൊക്കെ ആലപ്പുഴയിൽ നിന്ന് എറണാകുളം വരെ ഡ്രൈവ് ചെയ്ത് പോകും. എന്നിട്ട് എറണാകുളത്തു നിന്നാണ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. മീര ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് മീരയ്ക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നാറില്ല. പക്ഷെ എനിക്കൊക്കെ പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാൻ ഡ്രൈവ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും അജയുടെ കാല് പിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഊബറോ എന്തെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ മീരയ്ക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. മീര ഇപ്പം ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് മീര പണ്ടേ ഡ്രൈവ് ചെയ്യായിരുന്നു. പക്ഷേ ഒരു ബ്രേക്ക് വന്നു തോന്നുന്നു അല്ലേ? ഇടയിൽ ഒരു ബ്രേക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അതിനുശേഷം വീണ്ടും ഇപ്പോഴാണ് കുറച്ചുകൂടി ഡ്രൈവിങ് കൂടുതൽ എന്താ പറയുക ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എങ്ങനെയുണ്ട് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചൊക്കെ പോകുമ്പോൾ? എനിക്ക് ഡ്രൈവിംഗ് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെ നിവൃത്തിയില്ലാത്തോണ്ട് ഓടിക്കും. പക്ഷെ എല്ലാരും ഓടിക്കണം എന്നാണ് എന്റെ. മീര എൻ്റെ അടുത്ത് പറയും, അഞ്ജന നീ ഡ്രൈവിംഗ് എന്തായാലും പഠിക്കണം, ഡ്രൈവ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്നൊക്കെ പറയും. അപ്പം ഞാൻ ചോദിക്കും, ഓക്കേടാ അപ്പം എന്നാൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഇപ്പം ട്രിപ്പ് എവിടെയെങ്കിലും പോകുമ്പോൾ ഒക്കെ നമുക്ക് എന്നാൽ കാർ എടുത്ത് പോകാം. കാരണം മീര ഡ്രൈവ് ചെയ്യല്ലോ. പക്ഷേ മീര പറയും, കാറൊന്നും വേണ്ട, നമുക്ക് ട്രെയിനിലോ ഫ്ലൈറ്റിലൊക്കെ പോകാം. കാരണം ആൾക്ക് പൊതുവെ ഡ്രൈവിംഗ് ഇഷ്ടമില്ല. പക്ഷെ എല്ലാവരുടെ അടുത്തും പറയും ഡ്രൈവിങ് പഠിക്കണം എന്നല്ല. എൻ്റെ അടുത്ത് കുറേ ആയി ഇങ്ങനെ പറയുന്നു ഡ്രൈവിങ് എന്തായാലും പഠിക്കണം എന്നുള്ളത്. പിന്നെ മീരേനെ കുറിച്ച് പറയുമ്പം എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മീരയാണ് എന്നെ കുക്കിംഗ് പഠിപ്പിച്ചത്. എൻ്റെ കുക്കിംഗ് ടീച്ചറാണ്, അല്ലെ എൻ്റെ കുക്കിംഗ് മാസ്റ്ററാണ് മീര. കാരണം കോവിഡിന്റെ സമയത്തല്ലടി, നീ വന്നു കഴിഞ്ഞാണ് ലോക്ക്ഡൌൺ ആവുന്നത്. അതെ, ആക്ച്വലി എനിക്കും അജയ്ക്കും ആലപ്പുഴയിൽ ഒരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ വർക്കിന് വേണ്ടി വന്ന സമയത്താണ് കോവിഡിന്റെ പ്രശ്നം, ഈ ലോക്ക്ഡൌണിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ന്യൂസിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ആ വർക്ക് ക്യാൻസൽ ആയി. അപ്പൊ അജയ് അപ്പൊ തന്നെ വേഗം തന്നെ എറണാകുളത്തേക്ക് ഓടിപ്പോയി. പക്ഷെ എനിക്ക് കോഴിക്കോട്ടേക്ക് ആ സമയത്ത് പോവാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു 2 to 3 days മീരേന്റെ വീട്ടിൽ നിന്നിട്ട് തിരിച്ചു പോവാന്ന് ഞാൻ വിചാരിച്ചു. അപ്പത്തേക്കും ഈ പ്രശ്നങ്ങളൊക്കെ മാറുന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ മീരേന്റെ വീട്ടിൽ പോയി 2-3 ദിവസമൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ലോക്ക്ഡൌൺ ആയി. ഫസ്റ്റ് ലോക്ക്ഡൌൺ അതിന്നും തുടരുന്നു. അതായത് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിക്കുന്നുള്ള ഒരു ലോക്ക്ഡൌൺ ഇല്ലായിരുന്നോ, ഫസ്റ്റ് ലോക്ക്ഡൌൺ. അപ്പൊ ഞാൻ അവിടെ സ്റ്റക്കായി പോയി. ഏകദേശം ഒരു 1.5-2 മാസത്തിന്റെ അടുത്തോളം ഞാൻ അവിടെ സ്റ്റക്കായി പോയി. അപ്പൊ ആ സമയത്താണ് ഞാൻ കുക്കിംഗ് പഠിച്ചത്. മീര അത്യാവശ്യം നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. സീരിയസ്ലി മൂക്കില്ല രാജ്യത്തെ അതാണ് സംഭവം. അഞ്ജനയ്ക്ക് നോക്കുമ്പോ ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ചായ ഒക്കെ ഉണ്ടാക്കുന്നേ. കുക്ക് ചെയ്യാനേ ഒട്ടും അറിയാത്ത എനിക്ക്, ഞാൻ നോക്കുമ്പോൾ മീൻ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. പിന്നെ ആള് വെജിറ്റേറിയൻ ഫുഡാണ് ഉണ്ടാക്കാറ്. പക്ഷെ ആള് നോൺ വെജിറ്റേറിയൻ ആണ്. പക്ഷെ കൂടുതലും അവള് വെജിറ്റേറിയൻ ഫുഡാണ് ഉണ്ടാക്കാറ്. അത് ഉണ്ടാക്കുന്നതിലാണ് അവളുടെ കഴിവ് തെളിയിച്ചത്. വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കുന്നതിലാണ്. എനിക്ക് ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. എനിക്ക് കുക്കിംഗ് ഒട്ടും അറിയത്തില്ലായിരുന്നു. പിന്നെ അതേപോലെ എനിക്ക് കുക്കിംഗ് ഇഷ്ടമില്ലായിരുന്നു. എൻ്റെ മമ്മി പഠിച്ച പണി 18 നോക്കിയിട്ടും എന്നെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കിപ്പിക്കാനോ ഒരു ചായെങ്കിലും ഉണ്ടാക്കിപ്പിക്കാനോ ഒക്കെ മമ്മി കുറെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കുക്കിംഗ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് അത്ര വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ മീര എങ്ങനെയല്ലായിരുന്നു. മീര എൻ്റെ അടുത്ത് പറഞ്ഞത് ഫുൾ ടൈം ഇങ്ങനെ കിച്ചണിലൊന്നും നിൽക്കണ്ട, കുറച്ച് സമയം കിച്ചണിൽ നിൽക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ എങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാം. അതൊക്കെ ആയിരുന്നു മീര ഫസ്റ്റ് തന്നെ എനിക്ക് ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നെ. ഇപ്പൊ ഞാൻ
അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുന്നതും അതേപോലെ അത്യാവശ്യം നല്ല ഫുഡ് അജയ്ക്ക് കഴിക്കാൻ പറ്റുന്നതിന്റെയും കാരണം മീരയാണ്. മീരന്റെ അടുത്ത് ഇവള് മാത്രമാണ്. ഇവളുടെ അടുത്ത് അന്ന് ആ ലോക്ക്ഡൌണിൽ ഞാൻ നിന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ഒരുപക്ഷെ കുക്ക് ചെയ്യത്തില്ല. ഇത് നമ്മള് ഭയങ്കര കുക്കിങ്ങിൽ ഭയങ്കര മറ്റേ മിസ്സസ് കെ മാത്യുവിനെ പോലെ അങ്ങനല്ല. നമുക്ക് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ അറിയണം, അത്രേ ഉള്ളൂ. അതെ, അത്ര. പക്ഷെ ഇപ്പൊ അഞ്ജന അടിപൊളി മറ്റേ വീഗൻ ഏതാണ്ടൊക്കെ ആശാനേക്കാളും വലിയ എനിക്കതില് സന്തോഷമുണ്ട്. അത് ശരിക്കും എവിടെ ചെന്നാലും ഞാൻ ഈ കുക്കിങ്ങിന്റെ കാര്യം പറയുമ്പം എപ്പോഴും മീരനെ ആലോചിക്കാറുണ്ട്. പിന്നെ അതേപോലെ എൻ്റെ മമ്മിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. കാരണം അമ്മമാർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ടെൻഷനാണ്, അയ്യോ പെൺകുട്ടികൾ കുക്കിംഗ് പഠിച്ചില്ലെങ്കിൽ അമ്മമാരെ പറയുന്നോ അല്ലെങ്കിൽ അമ്മമാർക്ക് അതൊരു മോശമാണെന്നുള്ളതൊക്കെ എല്ലാ അമ്മമാർക്കും ഒരു ടെൻഷനുള്ള കാര്യമൊക്കെ ആയിരുന്നു. എൻ്റെ മമ്മി കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നെ കുക്കിംഗ് പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു കുക്ക് ചെയ്യാനൊക്കെ. പക്ഷെ ഞാനിപ്പം എൻ്റെ വീട്ടിൽ ചെന്നാലും എൻ്റെ മമ്മിക്കാണെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ഞാൻ ഉണ്ടാക്കുന്ന എന്ത് ഫുഡ് കഴിക്കുമ്പോഴും എൻ്റെ മമ്മി എപ്പോഴും ഇങ്ങനെ പറയും, ഓ മീര പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ മോൾ ഒന്നും ഉണ്ടാക്കത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് മമ്മിയുടെ ആ ഒരു ബ്ലെസ്സിങ് എപ്പോഴും മീരയ്ക്ക് ഉണ്ടാവും. കാരണം മമ്മി അതിൽ അത്രയും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അത്രയും താല്പര്യം കാണിക്കാത്തൊരു കാര്യമാണ്. ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ എത്ര നേരമായി? ആലപ്പുഴയിൽ 1 മണിക്കൂർ കഴിഞ്ഞ്. അതെ, അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. വീക്ക് ഡേ ആണെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നല്ല ട്രാഫിക് ഉണ്ട്. ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ഫസ്റ്റ് തന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കാന്ന് വിചാരിച്ചു. ഒരു ചെറിയ കുട്ടി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഫോറം മോള് കണ്ടിട്ടുമില്ല. അപ്പം നമ്മളിപ്പം ഇവിടെ കളമശ്ശേരി അതേപോലെ കാക്കനാട് അവിടേക്കൊക്കെയാണ് പോകേണ്ടത്. അപ്പം അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണല്ലോ ഫോറം മോള് വരുന്നത്. അപ്പം വിചാരിച്ചു ഫോറം മോളിൽ പോവാന്നുള്ളത്. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. മീരത ഇവിടെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ പോയി എടുത്തത് തൈരും അതേപോലെ പാലുമാണ്. പിള്ളേരുള്ളത് കൊണ്ട് തന്നെ, കാരണം മീരയ്ക്കും 3 ഡോഗ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അവർക്ക് പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ ടൈമിൽ നമ്മൾ തൈര് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും തൈര് വീട്ടിൽ സ്റ്റോക്ക് വേണം. പിന്നെ മീരയും എന്നെപ്പോലെ പക്ക ടീ പേഴ്സണാണ്. അതുകൊണ്ട് വീട്ടിൽ എപ്പോഴും പാല് വേണം. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും പാക്കറ്റ് പാലിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഇതുപോലെ ടോണ്ട് മിൽക്കാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ സൂപ്പർ മാർക്കറ്റ്സിൽ വരുമ്പോൾ നമ്മൾ കൂടുതലും വാങ്ങി വെക്കാറാണ് ചെയ്യാറ്. പിന്നെ അതേപോലെ മീര ഇവിടെ വരുമ്പം എപ്പോഴും പർച്ചേസ് ചെയ്യുന്ന കുറേ സാധനങ്ങളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അവൾ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്നത്, സാധനങ്ങൾ വാങ്ങാനും എല്ലാത്തിനും വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാട് തരത്തിലുള്ള അച്ചാറും അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജാംസും പിന്നെ അതേപോലെ എന്താ പറയുക മയണൈസ്, ചീസ്, പിന്നെ സോൾട്ടഡ് വെജീസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു പാക്കറ്റായിട്ട് മേടിക്കുന്നതിലും നല്ലത് ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് വേണ്ടത്രയുള്ള ക്വാണ്ടിറ്റിന്ന് മേടിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെജിറ്റബിൾസ് ആണെങ്കിലും അച്ചാറാണെങ്കിലും അതേപോലെ ജാം ആണെങ്കിലും എല്ലാം ഇങ്ങനെ മേടിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതേപോലെ ഇവിടെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബെറീസും ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ബ്ലൂബെറി മേടിച്ചു, കാരണം മീരയ്ക്കും എനിക്കും ബ്ലൂബെറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ബ്ലൂബെറി ഞങ്ങൾ ഇവിടുന്ന് വാങ്ങി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചിപ്സാണ് കേട്ടോ. ഞാനിതിനെ ചിപ്സ് എന്നാണ് പറയുക. കുറച്ച് സ്വീറ്റായിട്ട് വരുന്നതാണ്. ഇങ്ങനെ വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. പിന്നെ അതേപോലെ ബേസിക് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. ഇപ്പോൾ ടീ പൗഡർ, പിന്നെ പഞ്ചസാര, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഗ്രോസറി ഐറ്റംസ് എല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് വെജിറ്റബിൾസ് വാങ്ങാനാണ്. വെജിറ്റബിൾസ് അങ്ങനെ ഞങ്ങൾ കൂടുതലൊന്നും ഇതുപോലെ വാങ്ങി വെക്കാറില്ല. കാരണം വെജിറ്റബിൾസ് നമുക്ക് പെട്ടെന്നാണെങ്കിലും മേടിക്കാൻ പറ്റുന്നതായതുകൊണ്ട്. പിന്നെ അതുമല്ല കൂടുതൽ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചീത്തയാവില്ല. അപ്പോൾ അതുകൊണ്ട് വെജിറ്റബിൾസ് അങ്ങനെ കൂടുതലൊന്നും മീര അങ്ങനെ വാങ്ങി വെക്കാറില്ല. പക്ഷേ ഇവിടെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കളേഴ്സ്, ഈ ഓറഞ്ച്, ഗ്രീൻ, ഇങ്ങനെ കളേഴ്സിൽ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു.
ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ്സിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെജിറ്റബിൾസ് ഇങ്ങനെ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നമുക്കിപ്പോൾ ഉപ്പേരിക്കാണെങ്കിലും മെഴുക്കുവരട്ടിക്കാണെങ്കിലും കറിക്കാണെങ്കിലും അവിയലിനാണെങ്കിലും സാമ്പാറിനാണെങ്കിലും എല്ലാത്തിനും ഇതുപോലെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നമുക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. ശരിക്കും നമ്മളൊക്കെ ഇക്കാര്യത്തിൽ ഭയങ്കര ലക്കാണ്. കാരണം നമ്മുടെ അമ്മമാരുടെ ടൈമിലൊക്കെ ഇതുപോലെ പച്ചക്കറികൾ ഇങ്ങനെ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിലോ കടയിലോ ഇങ്ങനെ ഇത് വിൽക്കാൻ വേണ്ടി വെക്കുക, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അവരെല്ലാ പച്ചക്കറികളും കഴുകി കട്ട് ചെയ്ത് മുറിച്ചിട്ടൊക്കെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. നമുക്ക് ഇപ്പോൾ ശരിക്കും കുക്കിംഗ് ഭയങ്കര ഈസിയാണ്. കാരണം ഇതുപോലെ വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ഗ്രോസറി ഷോപ്പിങ്ങും വെജിറ്റബിൾസും എല്ലാം വാങ്ങിയിട്ട് ഞങ്ങളിതേ നേരെ ബില്ലിംഗ് കൗണ്ടറിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്. മീരയുടെ ഫ്രണ്ടും വന്നിട്ടുണ്ട്. ആളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. നമ്മൾ എന്താ ഫുഡ് കഴിക്കാൻ പോകുന്നത്? എൻ്റെ മീരമോള് ടയേർഡായി ഇപ്പോൾ വീട്ടിലേക്ക് സാധനം മേടിച്ചപ്പോഴത്തേക്കും. കുറച്ചധികം സാധനം വാങ്ങി, കാരണം ഞാനുള്ളതല്ലേ, എൻ്റെ പൊന്നു പോലെ നോക്കണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറേ അധികം സാധനമൊക്കെ വാങ്ങി ടയേർഡായിപ്പോയി. ഈ 5ന് പോകാൻ നേരത്ത് ഞാനൊരു കനത്ത ബില്ല് കൊടുക്കുന്നതായിരിക്കും. ഇങ്ങനെ വേണം ഫ്രണ്ട്സ്. ഇതാണ് ശരിക്കുള്ള ഫ്രണ്ട്സ്. നമ്മളെ എന്താ പറയുക, ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പം എൻ്റെ കുറച്ച് ആക്സസറീസും കുറച്ച് ചെരുപ്പും കുറച്ച് ഇന്നർവെയറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളൂ. ഇതൊക്കെ മീരയുടെ ഡ്രസ്സാണ്. എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സാധനങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് ഫ്രണ്ട്ഷിപ്പ് അല്ലേ? വളരെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. വിശന്നുകൊണ്ടാണോ എന്നറിയില്ല, മീര ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഈ മെനുവിൽ നോക്കിയിട്ട് എന്ത് സാധനം ഓർഡർ ചെയ്യുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റിൽ കയറുന്നത്. ഫോറം മോളിൻ്റെ ഓപ്പോസിറ്റുള്ള റമീസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മൾ കയറിയത്. മീരയുടെ ഫ്രണ്ടായിരുന്നു സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് കഴിക്കണം എന്ന് ആലോചിച്ച് ഇങ്ങനെ ഫുൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു. മെനു നോക്കി അവസാനം ഞാൻ ഓർഡർ ചെയ്തത് പാനേഷ്യൻ റൈസും പിന്നെ ഞാനും മീരയും ഓർഡർ ചെയ്തത് സെയിം ഫുഡ് തന്നെയാണ്, പാനേഷ്യൻ റൈസും. പിന്നെ മീരയുടെ ഫ്രണ്ട് മിഥുൻ ഓർഡർ ചെയ്തത് ഒരു ബിരിയാണി ആയിരുന്നു. പിന്നെ കോക്ടെയിലല്ല, ജ്യൂസായിട്ട് ഞാൻ ഓർഡർ ചെയ്തത് ഗ്രേപ്പ് ജ്യൂസും. മീര വേറെ തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല എന്താ അവൾ ഓർഡർ ചെയ്തതെന്നുള്ളത്. പക്ഷേ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡെന്ന് വെച്ചാൽ അടിപൊളി. ഈ ഒരു പാനേഷ്യൻ റൈസ് ശരിക്കും ഇവിടെ ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷ് തന്നെയാണ്. ഞങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടാവുമോ, എങ്ങനെയാണ് എന്താണെന്നുള്ളത്. കാരണം ഞാനും മീരയും ആദ്യമായിട്ടാണ് ഈ ഹോട്ടലിൽ വരുന്നത്. പക്ഷേ ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അതേപോലെ ബിരിയാണി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ജ്യൂസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. പക്ഷേ എന്തായാലും ഫുഡ് ശരിക്കും അടിപൊളിയായിരുന്നു. ഞങ്ങൾ വിശന്ന് വലഞ്ഞുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതേ ഞങ്ങൾ നേരെ ഇനി മീരേൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മീരയുടെ ഒരു ഫ്രണ്ട് കാനഡയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അതെ, അവളുടെ ഫ്രണ്ട് തന്ന ചോക്ലേറ്റ് ആണ് കേട്ടോ, ക്രീമി എഗ്, നമ്മുടെ ഈസ്റ്റർ എഗ് പോലെയുള്ള ഒരു ചോക്ലേറ്റ്. നല്ല ചോക്ലേറ്റിൻ്റെ മണം. മറ്റേ ഈ കാനഡയിൽ നിന്നും അതേപോലെ ജർമ്മനിയിൽ നിന്നൊക്കെ നമുക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുതരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷിക്കും. കാഡ്ബറീസിൻ്റെ ക്രീമി എഗ് എന്നാണ് ചോക്ലേറ്റിൻ്റെ പേര്. എബ്രോഡിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. ഇത് ശരിക്കും ഒരു എന്താ പറയുക, എഗ്ഗിൻ്റെ മാതിരി തന്നെയാണ് ഇത് കാണാൻ. ഈസ്റ്റർ എഗ് എന്ന് പറയും. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, ശരിക്കും ഒരു എഗ്ഗിൻ്റെ ഷേപ്പ് പോലെ തന്നെ. ഇത് ചോക്ലേറ്റ് അത്യാവശ്യം മെൽറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നല്ല ചൂടല്ലേ, അത്യാവശ്യം മെൽറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി, അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ക്രീമി എഗ്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുന്ന് കുറച്ച് നേരം അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ചില്ല് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചിലപ്പം നമ്മൾ ഷോപ്പിങ്ങിന് പോകും. കാരണം സമയം ഇപ്പം ഏകദേശം ഒരു 4 മണി എങ്ങാനായി. അപ്പോൾ ആലപ്പുഴ വരെ ഡ്രൈവ് ചെയ്ത് പോകണ്ടേ, പിന്നെ രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകും, ഇല്ലെങ്കിൽ നമ്മൾ ബാക്ക് ടു ആലപ്പുഴയ്ക്ക് തന്നെ പോകും. കാരണം അത്യാവശ്യം സമയമെടുക്കും നമ്മൾ ഡ്രൈവ് ചെയ്ത് അവിടെ എത്താൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതേ തിരിച്ച് ആലപ്പുഴയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് വാങ്ങിയിട്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. കാരണം അവിടെ എത്തിയിട്ട് ഡിന്നർ ഉണ്ടാക്കുന്നൊന്നും നടക്കുന്ന കാര്യമല്ല. രാത്രിത്തേക്ക് നമ്മൾ ബിരിയാണിയാണ് വാങ്ങിയത്. അങ്ങനെ ഫുഡെല്ലാം മേടിച്ച് നമ്മളിതേ തിരിച്ച് ആലപ്പുഴയ്ക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്. ടാറ്റാ.